ഗുഡ് മോർണിംഗ് മാം. ഞങ്ങൾ ടൈം കിഡ്സിനെ കുറിച്ച് അറിയണത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ശിവനെ ആക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം ഇവളാക്കുന്നത് 3 വയസ്സായപ്പോഴാണ്. ബർത്ത്ഡേയുടെ അന്നാണ് ഞങ്ങൾ പോയി ചേരണത്. അപ്പോൾ ആദ്യമൊന്നും ഇവൾ ഒട്ടും സംസാരിക്കില്ലായിരുന്നു. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാണ്ട് വലിയ വർത്തമാനമൊന്നുമില്ല. അതേ ഫുൾ സെൻറ്റൻസായിട്ട് അങ്ങനെ ഒന്നും പറയത്തൊന്നുമില്ല. 3 മാസത്തെ ട്രയൽ നോക്കിയായിരുന്നു നമ്മൾ, ജനുവരി, ഫെബ്രുവരി, മാർച്ചായിട്ട്. അപ്പോഴത്തേക്കും ഈ ഒരു ആദ്യത്തെ ഒരു മാസത്തിൽ തന്നെ നല്ല ഡിഫറൻസ് വന്നായിരുന്നു. ആൾ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉള്ള സീത ആ 3 വയസ്സിലുണ്ടായിരുന്ന സീതേനേക്കാളും നല്ല ഡിഫറൻസ് ഉണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാരോട് പെരുമാറാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു. പിന്നെ ആക്ടിവിറ്റീസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നന്നായിട്ട് ഇപ്പോൾ ആൾ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചെയ്യും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, പല ആക്ടിവിറ്റീസും ചെയ്യാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പഠിത്ത കാര്യത്തിലാണെങ്കിലും ആളിപ്പോൾ ഇമ്പ്രൂവ് വരുന്നുണ്ട് നന്നായിട്ട്. എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് ടൈം കിഡ്സിനാക്കിയത് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്നുണ്ട്. സീതേനെ അവിടെ ആക്കിയതിലും ടീച്ചിങ് സ്റ്റാഫാണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫാണെങ്കിലും നന്നായിട്ട് അവളെ കെയർ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും ഭയങ്കര എനിക്കിഷ്ടമാണ് അവളെ അവിടെ പോകാനും. അവർക്കും ഇഷ്ടമാണ് സ്കൂളിലൊക്കെ പോകാനും. അങ്ങനെ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും വയ്യാണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ വിടാതിരിക്കുള്ളൂ. അല്ലാണ്ട് മടി പിടിച്ച് അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. അവർക്ക് ഇഷ്ടമാണ് പോകാനായിട്ട്, കുട്ടികളായിട്ട് കളിക്കാനായിട്ട്. അവിടെ എല്ലാം നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ നന്നായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ അവിടെ എനിക്ക് പിന്നെ വേറൊരു ഗുണം തോന്നിയത്, അവിടെ ടീച്ചേഴ്സാണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും കുട്ടികളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ടും ആണ് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വലിയ വഴക്കോ അങ്ങനെ ഒരു കാര്യങ്ങളും പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴാണല്ലോ അവർ നമുക്ക് റെസ്പെക്റ്റ് തരിക. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ചേഞ്ചാണ് സീതയ്ക്ക്. ഇപ്പോൾ ഒരു വർഷം കൊണ്ട്, ഒരു വർഷമായിട്ടില്ല ആളാക്കിയിട്ട്, ഒരു നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൽ ഭയങ്കര എനിക്ക് നല്ല പ്രൗഡാണ്. ടൈം കിഡ്സിനും അവിടുത്തെ സ്റ്റാഫ്സിനും അവിടുത്തെ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.